സതീശൻ പിന്നിൽ നിൽക്കുന്നത് ഇ.ടി. ടൈസൺ മാസ്റ്ററാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPI ആണ് നാണക്കേട് ഒഴിവാക്കുന്നത്. LDFന്റെ അവിടെ മന്ത്രിമാർ പിന്നിലെന്നേ ഉള്ളൂ. ചിഞ്ചുറാണി പിന്നിലാണ്, അതുപോലെ തന്നെ പ്രസാദ് പിന്നിലാണ്. പക്ഷേ രണ്ട് മന്ത്രിമാർ മുന്നിലാണ്. പ്രസാദ് പിന്നിൽ, പക്ഷേ അനിലും മുന്നിലാണ്. സുധാകരന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. അമ്പലപ്പുഴയിൽ 10,664 ഐതിഹാസിക വിജയം. അമ്പലപ്പുഴയിൽ 10,664 അമ്പലപ്പുഴയിൽ സുധാകരന്റെ ഭൂരിപക്ഷം. ഇനി ഒരു തിരിച്ചുപോക്കില്ല. അമ്പലപ്പുഴ സുധാകരനൊപ്പം. സുധാകരൻ ജയിക്കുന്നു. അമ്പലപ്പുഴയിൽ 10,664 വോട്ടുകളായി സുധാകരന്റെ ഭൂരിപക്ഷം കൂടി. വൻ വിജയത്തിലേക്ക് സുധാകരൻ കുതിക്കുന്നു. വലിയ മാറ്റം ആലപ്പുഴയിൽ സംഭവിക്കുന്നു. അങ്ങനെ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ലീഡാണ് കേട്ടോ. ഇപ്പോഴും പ്രശാന്ത് ലീഡാണ്. CP ജോൺ മുന്നിലാണ് തിരുവനന്തപുരത്ത്. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ള കാര്യമാണ്. എന്തായാലും നേരിയ, അതായത് 90-ലേക്കൊക്കെ എത്തിയിരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതാണ്ട് മെജോറിറ്റിയിൽ കൃത്യമായ, അതായത് 90-ലേക്ക് എത്തുന്നതിന് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് 382 വോട്ടിന് മുന്നിലായിരിക്കുന്നു. ലീഡ് ഉയർത്തുന്നു. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിലും കഴക്കൂട്ടവും ഇടതുപക്ഷം നിലനിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എന്നതാണ്. ഇത്രയും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടന്ന കേരളത്തിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നിലനിർത്തുമോ എന്നതുകൂടി അറിയാം. മെജോറിറ്റിയാണ്. അഭിലാഷെ, കഴിഞ്ഞ തവണ കേവലം 33 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച നജീബ് കാന്തപുരം നജീബ് നില മെച്ചപ്പെടുത്തുന്നു. 4,800 കഴിഞ്ഞു ഭൂരിപക്ഷം. 4,800 കഴിഞ്ഞു നജീബിന്റെ ഭൂരിപക്ഷം. കേവലം 37 വോട്ടുകൾക്ക് അത്ഭുതകരമായ MLA ആളാണ്. 4,800 കഴിഞ്ഞു. അങ്ങനെ ലീഗ് കോട്ടകളിൽ ഒരു വിള്ളലുമില്ല. നജീബ് കാന്തപുരത്ത് പറഞ്ഞ 8 കാല് അട്ടിയിട്ട പോലെ. അതെ 4,800 കഴിഞ്ഞു. 37 വോട്ടുകൾ കഴിച്ചു. അത് ട്രെൻഡ് വളരെ വ്യക്തമാണെന്നേ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തോമസ് ഉണ്ണിയാറിന്റെ ഭൂരിപക്ഷം 1,797 ഉയർന്നു. കാട്ടാക്കടയിൽ MR ബൈജു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 1,097-ലേക്ക് MR ബൈജു. അവിടെ തരൂരിൽ PP സുമോദ് ഒരു ചെറിയ ചുവപ്പ് ഒരു പൊട്ടായി നിൽക്കുന്നുണ്ട്. 3,645.